ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തിലാ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. ആപ്പിളിന്റെ ഫോണാണെങ്കിൽ ഹേ ശ്രീ എന്ന് ചോദിച്ചാൽ മതി, ആ സ്ത്രീ ഉത്തരം പറയും. ശ്രീ എന്ന സ്ത്രീ. ഗൂഗിൾ ആണെങ്കിൽ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിള്. ChatGPT വേറെ, ജെമിനി വേറെ. മക്കളെ, കൂടുതൽ ആശ്രയിക്കരുത്. നിന്റെ ഒന്നാമത്തെ ആശ്രയം ChatGPT ആകരുത്, ജെമിനി ആകരുത്, AI ആകരുത്. എല്ലാത്തിനും എറർ വരും. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാ? ആമേൻ. കഴിഞ്ഞ ദിവസം ചൈനയിൽ നടന്ന റോബോട്ടിക് സമ്മേളനത്തിനകത്ത് നിങ്ങൾ കണ്ടില്ലേ, കീബോർഡ് വായിക്കുന്ന, നന്നായി വായിക്കുന്ന 2 റോബോട്ടുകൾ. മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്ന, ചിരിക്കുന്ന, കണ്ണു ചിമ്മുന്ന ആളുകൾ. പ്രസന്റ് കഴിഞ്ഞു കേട്ടോ മക്കളെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഇനി കുഞ്ഞുങ്ങൾ എഞ്ചിനീയറിംഗിനൊക്കെ പഠനം AI-ക്കകത്ത് പഠിക്കാൻ പോകുക. റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന ഒരു ഫോണിനകത്ത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ കൊറിയൻ സീരിയൽ കണ്ട 3 കുഞ്ഞുങ്ങൾ അപ്പനോടും അമ്മയോടും സോറി പറഞ്ഞിട്ട് മൊബൈൽ പിടിച്ചു വാങ്ങിയതിന് ബഹുതല കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടി ജീവിതം അവസാനിപ്പിച്ച ചരിത്രം നമ്മൾ മറക്കണ്ട. ഗെയിമിന് അടിമയായി, ബ്ലൂ വെയിൽ തുടങ്ങിയ ഗെയിമിന് അടിമയായിട്ട് അവസാനത്തെ ലാസ്റ്റ് പരിപാടി അതിൻ്റെ ഒന്നുകിൽ ആരെങ്കിലും കൊല്ലുക അല്ലെങ്കിൽ നീ ചാകുക എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിലും എനിക്കറിയാവുന്ന ഒരു പ്രിയപ്പെട്ടവന്റെ കുഞ്ഞ് 6 കടം അക്കരെ കയറിയിട്ട് ആ കുഞ്ഞ് ആ മരത്തിനകത്ത് കെട്ടുഞാന്നവന്റെ ജീവിതം അവസാനിപ്പിച്ചു. പരിശോധിച്ചപ്പോഴാ മനസ്സിലായത്, ഗെയിം അവനെ കൊന്നുകളഞ്ഞു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യം തകരുന്ന ഒരു തലമുറ ദൈവകൃപയുള്ള തലമുറയായി പുറത്തു വരട്ടെ. വചനത്തിൽ വിശ്വസിക്കുന്ന, വെളിപ്പാടിൽ വിശ്വസിക്കുന്ന, കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ സർവാധിപത്യത്തിലും സർവാധികാരത്തിലും സർവജ്ഞാനത്തിലും വിശ്വസിക്കുന്ന, ഈ പ്രകൃതിയും പ്രപഞ്ചത്തിൻ്റെയും കാരണഭൂതൻ സർവശക്തനായ ദൈവമാണെന്ന വെളിപ്പാട് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സംഘം എഴുന്നേൽക്കട്ടെ. എത്ര പേര് സ്തോത്രം ചെയ്യാൻ തയ്യാറാ? പഠിക്കുന്ന പഠനങ്ങൾ, അവരെ പഠിപ്പിക്കുന്ന സിലബസുകൾ ദൈവമില്ലായ്മയുടെ ചിന്തകൾ കുത്തിക്കയറ്റിയിട്ട് ഇതെല്ലാം തെറ്റാ, മിഥ്യ എന്നൊക്കെ പറഞ്ഞിട്ട് സഭയിൽ വന്ന് എങ്ങനെയോ ഒന്നിരിക്കുന്നു. ആ കാരണം എന്താ? ഡെഡിക്കേഷൻ നടക്കണം, പിന്നെ കല്യാണം നടക്കണം, പിന്നെ വലിയ ആളായി അങ്ങ് ഒത്തിരി പ്രായമായ മരിച്ചാൽ ഒരടക്കം നടക്കണം. അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല സഭ. പുത്രന്റെ രക്തത്തിന്റെ സമ്പാദ്യമാണ്. ആ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പാഞ്ഞൊഴുകുമ്പോ ഞാൻ ഉറപ്പായി വിളിച്ചു പറയാം, ആശ്വാസപ്രദന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നതിന് ഒരുമിച്ച് രാമേ പറഞ്ഞാട്ടെ. Holy Spirit is a counselor. Third one, he is an advocate. കാര്യസ്ഥൻ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം, അതിൻ്റെ യഥാർത്ഥ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് വക്കീൽ എന്നാണ്, അഭിഭാഷകൻ എന്നാണ്, വാദിക്കുന്നയാളെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി വിദേശത്തും സ്വദേശത്തുമുള്ള സകല കുടുംബങ്ങളെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പ്രാർത്ഥനയുടെ പര്യവസാനം കുറിക്കുന്ന ആ നിമിഷം വരെ ധനാധിയ ഒരു കുടുംബങ്ങളെയോ വാഹനങ്ങളെയോ വ്യക്തികളെയോ വഴികളെയോ ശത്രു തൊടാതെ നമുക്കായി വാദിക്കാൻ ഒരു നല്ല അഡ്വക്കേറ്റ് ഉള്ളതിന് ഒരുമിച്ചും നാമേ പറഞ്ഞാട്ടെ. അതര ശകൽ കരകജനദിയാന ഹല്ലേലൂയ. ആ കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രി ചലിക്കട്ടെ, ഇന്ന് രാത്രി ചലിക്കട്ടെ, ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കട്ടെ. സഹോദരാ, ഭാരതത്തിൻ്റെ ഭരണഘടന എഴുതിയ ആൾ ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹം എഴുതിയ നിയമസംഹിത ഇന്നും നിലനിൽക്കുന്നു. വാദിക്കാൻ വക്കീലുമാർ ഇന്നും BA LLB പഠിക്കുന്ന ആളുകൾ അത് നന്നായി പഠിക്കുന്നു. LLM അടുത്ത അതിൻ്റെ ഗ്രാജുവേഷൻ, PG കോഴ്സുകൾ ഇതൊക്കെ ചെയ്തിട്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതി വരെ അവർക്ക് വക്കീലായി പോകാം. പക്ഷേ അവർ വാദിക്കുന്ന സമയം അത് എഴുതിയ ആൾ ഒരു കാരണവശാലും ആ കോടതിയിൽ വരില്ല. കാരണം അദ്ദേഹത്തിന് ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തുമുണ്ട്. ജനിച്ചു, ഒരിക്കൽ അദ്ദേഹം മരിച്ചു. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകത, 40 എഴുത്തുകാരാൽ എഴുതിയ 66 പുസ്തകത്തിലെ ഏതൊരു വാക്യം വായിക്കാൻ ഇതൊന്ന് തുറക്കൂ. ഒറ്റ എഡിറ്ററെ വേദപുസ്തകത്തിനുള്ളൂ. അത് പരിശുദ്ധാത്മാവാകയാലാമേ പറയണം. അത് തുറക്കുന്ന ഒരു വ്യക്തി ഏത് ഭാരത്തിൻ്റെ നടുവിലാണെങ്കിലും അവിടെ
കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കും. ഒരേ ഒരു പുസ്തകത്തിന് മാത്രം ലോകത്തിലെ ഇതര മതഗ്രന്ഥങ്ങളെക്കാൾ, സാഹിത്യ ഗ്രന്ഥങ്ങളെക്കാൾ നോബൽ സമ്മാനങ്ങൾ മേടിച്ച വിശ്വവിഖ്യാതമായ എത്രയെത്ര ഗ്രന്ഥങ്ങളെക്കാൾ ഈ പുസ്തകത്തിൻ്റെ മാത്രമുള്ള അമൂല്യതയുടെ പ്രത്യേകത 40 പേരെ എഴുതാൻ ഉപയോഗിച്ച് ഇതിൻ്റെ യഥാർത്ഥ എഴുത്തുകാരൻ ഇത് തുറക്കുന്ന സ്ഥലത്തിറങ്ങി വരും. ആ ഉറപ്പുള്ള ദൈവമക്കൾ ഒരുമിച്ച് നാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, റീഡ് ദ ബൈബിൾ ഓർഡർലി ആൻഡ് റീഡ് ദ ബൈബിൾ റെഗുലർലി. വേദപുസ്തകം ക്രമീകൃതമായി വായിക്കണം, വേദപുസ്തകം എന്നും വായിക്കണം. അപ്പോൾ കാര്യസ്ഥനായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച മോനെ, ഒരാളെ തകർക്കാൻ, ഇല്ലാതെയാക്കാൻ പിശാച് ഭയങ്കര പദ്ധതി ഒരുക്കി. നീ നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയം സ്തോത്രം പറയുന്നില്ലല്ലോ. ഉറങ്ങുമ്പോഴും ചെയ്യുന്ന ഏക ഡ്യൂട്ടി ശ്വാസോച്ഛ്വാസം നന്നായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഉണ്ടേ? സ്തോത്രം. ഉറങ്ങുമ്പോഴും ചെയ്യുന്ന ഏക ഡ്യൂട്ടി അതാണ്. അപ്പം ശ്വാസം നന്നായിട്ട് എടുക്കുന്നുണ്ട്. ആ സമയം സ്തോത്രമൊന്നും പറയുന്നില്ല. തകർക്കാൻ ശത്രു തന്ത്രപരമായി നമ്മുടെ ആ വീടിൻ്റെ വാതിക്കൽ ഗേറ്റിനടുത്ത് വരാറായപ്പോൾ ഒരാൾ നിന്നിട്ട് പറഞ്ഞു, തൊടരുത്, ഇതിനകത്ത് പ്രവേശിക്കരുത്. ഹല്ലേലൂയ. ഈ വീട്ടുകാർക്ക് വേണ്ടി വാദിക്കാൻ ഒരാളുണ്ട്. നിയമമറിയാവുന്ന ഒരു നിയമം പഠിച്ചയാളല്ല നമുക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്നത്. നിയമം എഴുതി ആള് വാദിക്കാൻ നിൽക്കുന്നതിന് ആമേൻ പറയണോ? നിയമകർത്താവ്. അതുകൊണ്ട് വാഹനം ഓടിച്ചപ്പോൾ ആക്സിഡന്റ് ഉണ്ടാകാതെ ജസ്റ്റ് എസ്കേപ്പ് ആയിട്ട്, അയ്യോ ഇപ്പോൾ ആക്സിഡന്റ് ഉണ്ടായേനെ, മരണം മുൻപിൽ വന്ന മാരക രോഗങ്ങൾ വിട പറഞ്ഞ് ജസ്റ്റ് രക്ഷപ്പെട്ടപ്പോൾ നല്ല ഡോക്ടറാണ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു നല്ല വാക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്നു. ഹല്ലേലൂയ. ഇറങ്ങി വന്ന് വിടുവിച്ച കർത്താവ് വലിയവനാകിയാൽ ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അവിടുത്തെ സാന്നിധ്യത്തിന് ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയട്ടെ. ഇപ്പോൾ ഹോളി സ്പിരിറ്റ് ഈസ് ആൻ അഡ്വക്കേറ്റ്. നിനക്ക് വേണ്ടി വാദിക്കാൻ, നിന്നെ സംരക്ഷിക്കാൻ. ഹീസ് ആൻ ഹെൽപ്പർ. അവിടുന്ന് നിന്റെ സഹായത്തിനെ കൂടെ ഇരിക്കും. ബേബി ജോൺസൺ എന്ന എനിക്ക് 72-73 കിലോയാണ് എൻ്റെ ഭാരം. എൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ഭാരം 500 കിലോയാണ്. അതെൻ്റെ മുൻപിൽ വന്നപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ 72 കിലോ ഉള്ള എനിക്ക് 500 കിലോ ഉള്ള ഭാരം അങ്ങ് അറിഞ്ഞുകൊണ്ട് തരരുതായിരുന്നു. ദൈവമേ, അങ്ങ് അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യണ്ടേ. ഞാൻ ദൈവത്തോട് വല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചു. എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ കുറച്ചു പേരെ നോക്കി, അവരാരും വന്നില്ല. എൻ്റെ കൂടെ നിൽക്കാൻ കട്ടയ്ക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞ ചങ്ക് ബ്രദേഴ്സ്, അവരാരെയും കണ്ടില്ല. ഞാൻ ഒത്തിരി പിറുപിറുത്തു. അവസാനം ഒരു ശബ്ദം ഞാൻ കേട്ടു, ആ മറുതലക്കിലേക്കൊന്ന് നോക്കാൻ. 70 കിലോയാണെങ്കിൽ ബാക്കി 430 കിലോ ഉയർത്തിപ്പിടിച്ചോണ്ട് പരിശുദ്ധാത്മാവ് എപ്പോഴേ റെഡിയായി നിൽക്കുകയാ. നിനക്ക് താങ്ങാൻ പറ്റുന്നൊരു നിനക്കുള്ള ഭാരം അത് നീ വഹിക്കണം. പക്ഷേ അതിനപ്പുറമുള്ള ഭാരം പരിശുദ്ധാത്മാവ് എടുത്തിട്ട് പറയുകയാ, നിനക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകളില്ല, അക്ഷരങ്ങൾ വരുന്നില്ല, പാട്ട് വരുന്നില്ല, വചനത്തിൻ്റെ ഒരു ചിന്ത പോലും വരുന്നില്ല. കവിണ്ണ് കിടന്ന് കരഞ്ഞ് കലങ്ങി ഉള്ളം തകർന്നിരിക്കുകയാണെങ്കിൽ ഈ രാത്രി ഒരു പ്രത്യേകതയും ഞാൻ ആത്മാവിൽ ചിലരെ വിവേചിച്ചിട്ട് ദൂത് വിളിച്ചു പറയട്ടെ. നിന്റെ ഭാരത്തിന്റെ ആധിക്യത്തിന്റെ നടുവിൽ നിനക്കെടുക്കാൻ കഴിയാത്ത ഭാരത്തെ പരിശുദ്ധാത്മാവ് എടുത്തിട്ട് പറയുകയാ, നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന് എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാ? ഇന്നലകളിൽ കേട്ട അപവാദങ്ങൾ, ഇന്നലകളിൽ കേട്ട അപമാനങ്ങൾ, ഇന്നലകളിൽ കേട്ട പരിഹാസങ്ങൾ നിർത്തില്ല, ശുശ്രൂഷയിൽ ഉപയോഗിക്കില്ല, കാണിച്ചു തരാം എന്നൊക്കെ വാദിച്ച എത്രയെത്ര വെല്ലുവിളികൾ കാറ്റത്ത് പാറിപ്പോയത് നമ്മുടെ ധനത്തിന്റെ വലിപ്പമല്ല, നമ്മുടെ ജ്ഞാനത്തിന്റെ ആധിക്യമല്ല, നമ്മുടെ ബലത്തിന്റെ ആധിക്യമല്ല. നമുക്കായി വാദിച്ച പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നതുകൊണ്ട് ഈ രാത്രിയിലും ആയുസ്സോടെ നിൽക്കുന്നത് അക്കരമുയർത്തി കർത്താവിന് നന്ദി പറയട്ടെ. ആരാണ് പരിശുദ്ധാത്മാവ്? He is the right guide and he is the right teacher. നിന്നെ നിയന്ത്രിക്കാൻ മതിയായ ഒരാള്. 2,
ആമേൻ വഴികാട്ടിയായ ഒരാൾ. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ തുടക്കമാണ്. അതുകൊണ്ട് ആമേൻ ഈ കൃപ പ്രാപിക്കേണ്ടതിന്, ഈ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ, അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളോടുമുള്ള ഒന്നാമത്തെ മുന്നറിയിപ്പ്, ഒരു ക്യൂരിയോസിറ്റിയോടുകൂടെ അടുത്തു വരരുത്. അറിയാനുള്ള ആകാംക്ഷയോട് അടുത്തു വരരുത്. ദൈവസന്നിധിയിൽ പഠിക്കാനുള്ള കാര്യമാണോ, അറിയാനുള്ള ആഗ്രഹത്തോടെ പോകാം. പക്ഷേ ദൈവസന്നിധിയിൽ വരുന്നത് അറിവിൻ്റെയോ അറിയാനുള്ള ആഗ്രഹത്തിലാകരുത്, പകരം അനുഭവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടെ ആയിരിക്കണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൃപ പ്രാപിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം അഭിഷേകം പ്രാപിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വേണ്ടാത്തത് എന്തൊക്കെയോ തലച്ചോറ് കയറിയിട്ടുണ്ട്. നെഗറ്റീവായ ചില വാർത്തകൾ, നെഗറ്റീവായ ചില ചിന്തകൾ, ആമേൻ, ആരുടെയൊക്കെയോ കുറ്റം പറഞ്ഞത്, ആരുടെയൊക്കെയോ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചത്, ഇടപെട്ടത്, ഇതൊക്കെ തടസ്സമായി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ തൊടാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി എല്ലാത്തെയും ഒന്ന് ബൈ പറഞ്ഞിട്ട് പറ, ഇന്ന് രാത്രി കർത്താവേ, അവിടുത്തെ സാന്നിധ്യം എനിക്ക് അനിവാര്യമാണ്. അങ്ങനെ തൊടണം, അങ്ങനെ അധ്യാപകനാകണം, അങ്ങനെ പഠിപ്പിക്കുന്ന, ആമേൻ, എന്നെ ഗ്രഹിപ്പിക്കുന്ന, എൻ്റെ ആമേൻ വഴികാട്ടിയായി, എൻ്റെ ആമേൻ അധ്യാപകനായി അങ്ങനോട് കൂടെ ഇരിക്കണം എന്നിന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാപിക്കുന്നതിന് തടസ്സമുള്ള വിഷയങ്ങൾക്ക് പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 3-ാമത് വാക്യത്തിൽ കർത്താവ് 40 രാപ്പകൽ അവരുടെ കൂടെ ഇരുന്നു, പല ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു. കർത്താവിന് 3 പേരെ മാളിക മുറിയിൽ മടക്കിക്കൊണ്ടുവരണമായിരുന്നു. അതിന് ഈ അഭിഷേകത്തിൻ്റെ നിറവ്, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 1-4, അവിടെ ആണ് ആത്മനിറവിൻ്റെ വെളിപ്പാട്. അപ്പോൾ അത് വെളിപ്പെടുന്നതിന് തടസ്സമായി അവിടേക്ക് വരാതിരിക്കാൻ പിശാച് 3 ഗ്രൂപ്പിനെ, അവൻ 3 സംഘത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു. എന്നാൽ അവരെ വളരെ നന്നായി കർത്താവ് മടക്കി വരുത്തുകയാണ്. അതിലൊന്ന്, ആമേൻ, ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണുന്ന ക്ലയോപ്പാവും കൂടെയുള്ള ആളുമാണ്.